ഇവിടെ NIA അന്വേഷണം നടത്തി, ഇവിടെ കസ്റ്റംസ് അന്വേഷണം നടത്തി, ഇവിടെ ED അന്വേഷണം നടത്തി, ഇവിടെ ഇൻകം ടാക്സ് അന്വേഷണം നടത്തി. ഇത്രയും ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും പിണറായി വിജയനെ പിടിച്ച് അഴിക്കുള്ളിലാക്കാൻ കഴിയുന്ന ഒട്ടേറെ മൊഴികൾ, എന്ന് വെച്ചാൽ തെളിവ് മൂല്യമുള്ള എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒട്ടേറെ മൊഴികളുണ്ടായിട്ടും ഇപ്പം എന്താ പറയുന്നത്, ROC അന്വേഷണം വരുന്നു. 4 മാസമുണ്ട്. ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അതുകൊണ്ട് അതിൻ്റെ ക്യൂട്ട് പ്രോക്കോ എന്നുള്ള നിലയിൽ തൃശ്ശൂർ സീറ്റെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. കിട്ടിയില്ല എങ്കിൽ അവരെ ഡോട്ടഡ് ലൈനാണ്. ഞാൻ ഒരു കാര്യം സോമനോട് ഉറപ്പ് പറഞ്ഞേക്കാം, സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റാൽ പിണറായി വിജയൻ ഇത് എഴുതി വേണമെങ്കിൽ സോമൻ 4 മടക്കി പോകരുത്. സുരേഷ് ഗോപി തൃശ്ശൂർ തോറ്റാൽ പിണറായി വിജയനും മകളും വിൽ ബി ഇംഗ്ലീഷിൽ ബിഹൈൻഡ് ദ ബാർസ്. 20 വർഷം മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ സ്വന്തം 2ാം മകനെ ബെർമിംഗ്ഹാമിൽ പഠിപ്പിക്കാൻ കൊടുത്ത 42 ലക്ഷം രൂപ ആരുടെ പെൻഷൻ കാശാണ്? ഇതുപോലെ ബന്ധുവിൻ്റെയൊക്കെ പെൻഷൻ കാശായിരിക്കും, നമുക്കറിയില്ല. അങ്ങനെയാണ് പോയത്. പക്ഷേ സോയ്മനെ നിർഭാഗ്യവശാൽ എന്താണ് അവസ്ഥ? ഇതുപോലൊരു കുടുംബം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സോയ്മൻ? ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് തല പോലും മുങ്ങിയ ഒരു കുടുംബം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഇത് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ മറുപുറത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ 2 ആഴ്ചയ്ക്ക് മുൻപ് വെല്ലുവിളിച്ചിരുന്നു. കേരളം ഭരിക്കുന്നത് ഒരു സൂര്യനാണെന്നും അദ്ദേഹത്തിൻ്റെ കിരണങ്ങളേറ്റാൽ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഏത് ഏജൻസികളും കരിഞ്ഞു പോകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ കേൾക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പിണറായി വിജയൻ്റെ മകൾക്കെതിരായ അന്വേഷണം ആദ്യം ഒരു 3-അംഗ ഏജൻസിക്ക് കൈമാറുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണ്ടും കൈമാറുകയും ചെയ്യുന്നു. ഗോവിന്ദൻ്റെ വെല്ലുവിളി കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തു, കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, സൂര്യനെതിരെയല്ല, സൂര്യപുത്രിക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം. സൂര്യപുത്രിയുടെ എക്സ്ട്രാ ലോജിക്കാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. സൂര്യൻ്റെ ശക്തി സൂര്യപുത്രിക്കുമുണ്ടെങ്കിൽ കരിഞ്ഞു പോകുമോ ഈ ഏജൻസികൾ? എന്താണ് അങ്ങയുടെ ഒരു തോന്നൽ? അല്ല സോയ്മൻ്റെ ഈ സൂര്യപുത്രി ഉപയോഗം, ഈ എക്സ്ട്രാ ലോജിക്ക് ഇതൊക്കെ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലും ഈ എക്സ്ട്രാ ലോജിക്ക് ഒന്ന് കിടന്നിരുന്നതാണ്. പക്ഷേ സൂര്യപുത്രി വരെ ഞാൻ പോയില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സൂര്യന് എതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സൂര്യകിരണങ്ങളിൽക്കും കരിയും എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ സൂര്യപുത്രിക്കെതിരായിട്ടല്ല, യഥാർത്ഥത്തിൽ സൂര്യനെതിരെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതം എന്തുണ്ടാവും, സൂര്യൻ കരിഞ്ഞു പോകുമോ എന്നുള്ളതൊക്കെ പിന്നെ അത് സംബന്ധിച്ചൊക്കെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ എത്ര നിസ്സാരമായിട്ടാണ് ഈ പ്രശ്നം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു പ്രതിപക്ഷം, പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും ഹാജരായില്ല. അത്ര നിസ്സാരമായി ഇത് തള്ളിക്കളഞ്ഞു. അല്ല സോയ്മനെ, ഞാൻ ചോദിക്കുന്നത് അതിലെന്താണ് തെറ്റ് എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, അപ്പോൾ ഒരു ദിവസം മുങ്ങിക്കളഞ്ഞു. പക്ഷേ ഒരു ദിവസം മുങ്ങി, പക്ഷേ ജയിലിലാണ്. മുഖ്യമന്ത്രി ജയിലിലാണ്, അയാൾ മുഖ്യമന്ത്രിയാണ്. അരവിന്ദ് കെജ്രിവാളിന് 5ാമത്തെ തവണയാണ് ED നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 5ാമത്തെ തവണ എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളും അകത്തേക്ക് തന്നെ, സംശയമൊന്നുമില്ല. അപ്പോൾ ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു, ഈ 2 മുഖ്യമന്ത്രിമാരും ഒരാളകത്തായി ഒരാളകത്താകാൻ പോകുന്നു. എന്നാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രിക്കെതിരെ 2020 മുതൽ അന്വേഷണങ്ങൾ നടന്നിട്ട്, ഇപ്പം അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്നറിയോ, ഹേമന്ത് സോറനെതിരെയും 1-2 വർഷമായി നിലനിൽക്കുന്ന ആരോപണങ്ങളാണ്. അല്ല, ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളിനും ഇല്ലാത്തൊരു ധൈര്യം പിണറായിക്കുണ്ട്. പിണറായി തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ 2020 അങ്ങ് പറഞ്ഞതുപോലെ നേരിട്ട് വിളിച്ചു വരുത്തി കേസന്വേഷണം ഏൽപ്പിച്ചത്. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് സോറനെതിരെ ആരോപണം അകത്താക്കി. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം 9 മണിക്കൂർ CBI ചോദ്യം ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ടാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കെതിരെ ആരോപണമുള്ള സമയത്തും ഒരാളകത്തായി ഒരാളകത്താകാൻ പോകുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ അവസ്ഥ എന്താ? 2020 മുതൽ അന്വേഷണം നടക്കുകയാണ്. 2020 ജൂണിലാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ട് ഈ ഗ്രീൻ ചാനലിൽ കൂടെ വന്ന 30 കിലോ സ്വർണം പിടിച്ചത്. ആ സ്വർണം പിടിച്ചതിന് ശേഷം ഏതൊക്കെ ഏജൻസികൾ ഇവിടെ അന്വേഷണം നടത്തി? ഇവിടെ NIA അന്വേഷണം നടത്തി, ഇവിടെ കസ്റ്റംസ് അന്വേഷണം നടത്തി, ഇവിടെ ED അന്വേഷണം നടത്തി, ഇവിടെ ഇൻകം ടാക്സ് അന്വേഷണം നടത്തി. ഇത്രയും ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും പിണറായി വിജയനെ പിടിച്ച്
അഴിക്കുള്ളിലാക്കാൻ കഴിയുന്ന ഒട്ടേറെ മൊഴികൾ, എന്ന് വെച്ചാൽ തെളിവ് മൂല്യമുള്ള എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒട്ടേറെ മൊഴികളുണ്ടായിട്ടും ഇപ്പം എന്താ പറയുന്നത്, ROC അന്വേഷണം വരുന്നു, എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതിൻ്റെ അന്വേഷണം വന്നതോടുകൂടി പിണറായി വിജയൻ ഏതാണ്ട് ജയിലിലായി പോയി എന്നുള്ള നിലയിലാണ് എൻ്റെ സുഹൃത്തും PC ജോർജിൻ്റെ മകനുമായിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് തന്നെ പറയും. CPM-ന്റെ ഒരു നേതാവ് എന്നോട് രാവിലെ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ഇതുവരെ കണ്ടതുപോലെ അല്ലേ പിണറായിക്ക് അത് കുരുക്കാകും എന്ന് അദ്ദേഹം തന്നെ അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നു. അതെ. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിൻ്റെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ വന്നിട്ടും പുല്ല് പോലെ പിണറായി കൈകാര്യം ചെയ്യുന്നു. അല്ലേ ഗോവിന്ദൻ പറഞ്ഞ സൂര്യനാണ്. അതെ, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് പുല്ല് പോലെ കൈകാര്യം ചെയ്യുന്നു. ഹേമന്ത് സോറൻ അറസ്റ്റിലാകുന്നു, അതൊന്നും പിണറായി വിജയന് പ്രശ്നമല്ല. അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാൻ പോകുന്നു, അതും പിണറായി വിജയന് പ്രശ്നമല്ല. തമിഴ്നാട്ടിലൊരു മന്ത്രി ദിവസങ്ങളായി അകത്ത് കിടക്കുന്നു. വടക്കേ ഇന്ത്യയിൽ വേറെ പല മന്ത്രിമാരും കിടപ്പുണ്ട്. അല്ലെ, AAP മന്ത്രി ഇപ്പോഴും 1.5 വർഷമായി മനീഷ് സിസോദിയ അകത്ത് കിടക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും പിണറായി വിജയന് ഒരു കുലുക്കവുമില്ല. മടിയിൽ കനമില്ലാത്തവന് ഭയക്കണം. അല്ല പിണറായി വിജയന് കുലുക്കമില്ല. പിണറായി വിജയന് കുലുക്കമില്ലാത്തത് മടിയിൽ കനമുള്ളതുണ്ടായിട്ടാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കും ജനങ്ങൾക്കും ഒക്കെ ഒരു ബോധമുണ്ട്. ഇപ്പം സോമന ഇപ്പം പഴയ പോലത്തെ ഒരു സാഹചര്യമല്ലല്ലോ. ഇപ്പം ഈ യൂട്യൂബും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള, ഞാൻ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നതാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ്. അപ്പോൾ അത് പറയുന്നതിന് പിണറായി വിജയന് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം എന്താണ്? ആ ധൈര്യമാണ് ഞാൻ പറഞ്ഞത്. 2020 മുതൽ എല്ലാവരും ഇവിടെ കയറി ഇറങ്ങി, എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങി. പക്ഷെ അങ്ങ് പറയുന്ന ഈ ധൈര്യത്തിനൊരു കുറവ് വന്നു എന്നൊരു സംശയം. കാരണം വീണ വിജയനെതിരെ ഇത്ര ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങിയിട്ടും അടുത്തയാഴ്ച മൊഴിയെടുക്കാനായി ഈ അന്വേഷണ സംഘത്തലവൻ കൊച്ചിയിലെത്തുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഇക്കുറി. അല്ല സോമന, ഞാൻ ചോദിക്കുന്നത് ഇപ്പം മൊഴിയെടുക്കാൻ വന്നു എന്നിരിക്കട്ടെ, മൊഴി എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. മൊഴി ഇപ്പം ROC ഈ പിണറായി വിജയൻ്റെ മകളുടെ മൊഴി ഇതിനു മുമ്പ് എടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണം നടത്തിയത്. ഇതെല്ലാം നടന്നാലും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം. വാദഗതിയല്ല, തെളിയിച്ചു തരാം. ഇനിയും ഒരു കേന്ദ്ര ഏജൻസിയെ വിഡ്ഢിവേഷം കെട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ സോമ മറുപടി പറഞ്ഞോളൂ. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ CM രവീന്ദ്രൻ. ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ലല്ലോ. CM രവീന്ദ്രനെ ED എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് സോമൻ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് 4 പ്രാവശ്യം, ഇപ്പോഴത്തെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു 2-3 പ്രാവശ്യം. അപ്പോഴൊക്കെ നമ്മളൊക്കെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നാളെ ഇതുപോലെ ഇപ്പോൾ സോമൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യം ഒന്ന് കാണിച്ചിട്ട് നാളെ പോകാം, നാളെ കഴിഞ്ഞ് പോകാം എന്നൊക്കെ നമ്മളന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഓർമ്മയില്ലേ സോമൻ? ഓർമ്മയില്ല, ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോമൻ മാത്രമല്ല, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? പിണറായി വിജയനൊരു രോമത്തെ പോലും തൊട്ടില്ലെന്നും പോട്ടെ, പിണറായി വിജയൻ്റെ ഒരു ചാർച്ചക്കാരനായിട്ടുള്ള CM രവീന്ദ്രൻ്റെ പോലും രോമത്തിൽ ED ഇതുവരെ തൊട്ടിട്ടില്ല. അത് തൊട്ടിട്ട് വേണം മുഖ്യമന്ത്രിയുടെ രോമത്തെ തൊടാൻ. അപ്പം അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പിണറായി വിജയന് പ്രശ്നമല്ല. പക്ഷെ ഒന്നും കാണാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ അധാർമികതയുടെയും കേന്ദ്രമെന്ന് വിളിച്ചു പറയുമോ? ഞാൻ ചോദിക്കുന്നത് അത് തന്നെ. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടി വരണം. അതിന് തൊട്ട് പിന്നാലെ സോമനെ ഞാനൊന്ന് പറയട്ടെ സോമൻ. അതായത് ഞാനിപ്പോൾ എൻ്റെ വാദഗതികൾ ഞാൻ തുടങ്ങുകയാണ്. സോമൻ എനിക്ക് മറുപടി തരണം, അല്ലെങ്കിൽ സോമൻ തോറ്റെന്ന് ഞാൻ ജയിച്ചെന്ന് ഞാൻ പറയും. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം 2013 കമ്പനി ആക്ടിലെ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ആ സാധനം അതിന് കൂടുതൽ അധികാരവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്പനി നടപടി പശ്ചകൾ മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ കഴിയും. ആയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഇത് കൊടുത്തുകൊണ്ട് കമ്പനി ആക്ട് 2013 അമെൻമെൻറ്റിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 211, 212 വകുപ്പുകളിൽ ആണ് ഇത് ഉള്ളത്. ഇത് വലിയ പല്ലും നഖമുള്ളൊരു സാധനമാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. സോമനൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അവരിങ്ങ് വന്നു ചെയ്തു, ഒരു മൊഴി എടുത്ത് കഴിഞ്ഞു എന്നൊക്കെ കണ്ടു. അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല, അതിൻ്റെ അവിടെ നിൽക്കട്ടെ. അതിനകത്തുള്ള എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ എക്സ്പേർട്സ്, ഫോറൻസിക് ഓഡിറ്റിങ്ങിൻ്റെ എക്സ്പേർട്ട്, അങ്ങനെ ഭയങ്കര ആളുകളുണ്ട്. 2 അവരന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറൊരു അന്വേഷണത്തിനും പ്രസക്തിയില്ല. ROC അന്വേഷണമെല്ലാം പോയി. കാരണം അവരന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ.
അവരാണെങ്കിൽ ഈ സത്യം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അവരുടെ ഒക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സെറ്റാണ് അവർ. ഒരുപാട് കേസ് അതിൻ്റെയൊക്കെ കേട്ടു, സോമൻ പറയുന്നത് തന്നെ കേട്ടു. അതൊക്കെ അതെല്ലാം പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന് ഇതിനകത്ത് അംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആവേശം കൊള്ളുന്നതെല്ലാം കണ്ടു. സോമനെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അതായത് 12/6/2023 ഡേറ്റ് ഓർമ്മയില്ല, 12/6/2023 ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 3 അംഗ ബെഞ്ചിൻ്റെ ഓർഡർ വരുന്നത്. 12/6 അതായത് ജൂൺ അല്ലേ, ജൂലൈയിലാണ് ഇത് വരുന്നത്. ജൂൺ 6 മാസമാണ് ജൂൺ വരുന്നത്. പിന്നെ ഓർഡറിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്, നമ്മളന്ന് പരിശോധിക്കണം. അതായത് സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുണ്ട് ഈ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ. അയാൾ 27 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ വീട്ടിൽ നിന്ന് കുറേ ലൂസ് ഷീറ്റുകൾ കണ്ടുപിടിച്ചു. ആര്? ഇൻകം ടാക്സ്. അതിൽ കുറേ അബ്രീവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്താണ് ഇത് അബ്രീവേഷൻ ചോദിച്ചു. ആ സ്റ്റേറ്റഡ് ഓൾറെഡി ദ നെയിം ഓഫ് ദ റെസിപ്പിയൻസ് ആർ ഗിവൺ ഇൻ ആൻ അബ്രീവേറ്റഡ് നെയിംസ് എന്താണെന്ന് ചോദിച്ചപ്പം KK എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി, AG എന്ന് പറഞ്ഞാൽ A ഗോവിന്ദൻ, ആരാണെന്ന് മനസ്സിലായില്ല, OC PV ഇതെല്ലാം അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞതിന് ശേഷം അയാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഇത് ഇന്ന ആളുകളാണ്, അവർക്ക് ക്യാഷായിട്ടാണ് പണം കൊടുത്തിട്ടുള്ളത്, അവരുടെ ഓഫീസിലും വീടുകളിലൊക്കെ ആയിട്ടാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 4.3 എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പിൽ പറയുന്നത് there are huge payments to various politicians, government servants, trade union leaders, etc. The payments are invariably in cash. ഓർത്തോണം, in cash. The detailed record of payments are given is maintained. Detailed records are maintained. ഇത് ഓർഡറിൽ പറയാം. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ശ്രദ്ധിച്ചോളാം. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, എമൗണ്ട് പെയ്ഡ് ആൻഡ് നെയിം ഓഫ് റെസിപ്പിയൻറ്റ് ആർ ക്ലിയർലി ഗിവൺ. ഇത്രയും പേരുടെ അതിനകത്ത് ബാക്കിയുള്ളവരുടെ ഉണ്ട്. അപ്പം ഇത് ക്ലിയറായിട്ട് ആ ഓർഡറിൽ 12/6/2023 പറഞ്ഞ ക്വാസി ജുഡീഷ്യൽ ബോർഡിൽ ഓർഡർ അന്ന് വരികയാണ്. അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, ആ മാസം 2023 ഓഗസ്റ്റ് മാസം സ്വപ്ന സുരേഷ് ആദ്യം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഈ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ റിപ്പോർട്ട് ആദ്യം ചർച്ച വരുന്നത്, ആദ്യം ചെറിയ വാർത്തകൾ വന്നെങ്കിലും കേരളത്തിൽ ശക്തമായി ചർച്ചയായത് ഈ സ്വപ്ന സുരേഷിൻ്റെ പോസ്റ്റിനെ തുടർന്ന്. സ്വപ്ന സുരേഷ് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു, വീണ വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ഇത് മാത്രമല്ല, ഇതുപോലെ നിരവധി അഴിമതികളെക്കുറിച്ച് തനിക്കറിയാം, ഞാൻ വെല്ലുവിളിക്കുന്നു, വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും വീഴ്ച തുടങ്ങി എന്ന് പറഞ്ഞ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സ്വപ്ന സുരേഷ് പലതും വിളിച്ചു പറഞ്ഞു. പക്ഷെ അന്നൊന്നും കേരളത്തിലെ മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതൃത്വമോ ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല. തുടർന്ന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തി, പക്ഷെ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തില്ല. പിണറായി വിജയൻ അന്ന് അതിശക്തമായി തൻ്റെ മകൾക്കെതിരെ കുടുംബത്തെ തകർക്കുന്ന നീക്കങ്ങൾ നടത്തുന്നു, അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് തൻ്റെ നയം വ്യക്തമാക്കി. പിന്നീട് എല്ലാം നിശബ്ദമായിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വരുന്നത്. അതെ. അപ്പോൾ എനിക്ക് സ്വയമോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതുപോലെ എത്ര തവണ ഇത് ഉയർന്നു വന്നു ഇതിനു മുമ്പേ? നമ്മൾ തന്നെ എത്ര ഇൻ്റർവ്യൂ ചെയ്തു. ഇപ്പം സ്വപ്ന സുരേഷ് വന്നു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. CM രവീന്ദ്രൻ വരുന്നു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കരുവന്നൂരിൽ ED വരുന്നു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മുടെ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. അല്ല, അങ്ങ് പറയുന്നത് പോട്ടെ എന്നാണോ? അല്ലല്ല, എല്ലാ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ നടന്നിട്ട് പിന്നെന്ത് പറ്റും? ഇത് അങ്ങ് താഴത്തേക്ക് പോകും. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന്, ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ ഓർഡറിനകത്ത് അൺഈക്വലായിട്ട് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും രേഖയും എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഓഫീസിൽ കൊടുത്തു, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം മിനിറ്റ്സും അതിൻ്റെ എല്ലാം രേഖകളും ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന്. രണ്ട്, പിണറായിൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 മുതൽ 2020 വരെ ഓരോ മാസവും 2 ലക്ഷം രൂപ എക്സാലോജിക്കിനും 5 ലക്ഷം രൂപ വീണ വിജയനുമായിട്ട് 5 വർഷം കൊണ്ട് 1,72,00,000 രൂപ കൊടുത്തു. പക്ഷേ അതിനേക്കാൾ അപകടകരമായ മറ്റൊരു വാർത്ത 2014 മുതൽ 19 വരെ 135.54 കോടി രൂപയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. മൊത്തം വിതരണം ചെയ്ത് അത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതിൽ ഇവർക്ക് 1,72,00,000 രൂപ കൊടുത്തു. അത് അക്കൗണ്ടിൽ കൂടെ കൊടുത്തു. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് 1,72,00,000 രൂപ കൊടുത്തു, അക്കൗണ്ട് അല്ലാതെയോ. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കരിമണൽ കമ്പനിയിലെ IT മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വൗച്ച് ചെയ്യുന്നു, ഒരു സേവനവും ചെയ്യാതെയാണ് ഇത് കൊടുത്തത് എന്ന്. അപ്പം എൻ്റെ പോയിന്റ് എന്താണെന്നറിയോ സ്വയമനെ?
അല്ല, ഒരു കൺസൾട്ടേഷന് ചിലപ്പോൾ 1 കോടിയൊക്കെ മേടിക്കാനുള്ള ഒരു പ്രാവീണ്യം വേണമെങ്കിൽ. അല്ല, അത് പിന്നെ വലിയ പ്രാവീണ്യമാണ് അവർക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ MS ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ടാലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ IT മേഖലയിലെ ഈ നഴ്സറി പിള്ളേർ കൊടുക്കുന്ന സാധനമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കഴിവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വേറൊരു വീഡിയോയിൽ. ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺസൾട്ടേഷൻ. അല്ല, അത് അവർക്ക് അറിയാമല്ലോ. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വളർന്നത്. അത് പക്ഷേ ഇതിൻ്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് നമുക്ക് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് മാത്രം നമുക്ക് വേണം വേറൊരു വീഡിയോ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എൻ്റെ പോയിന്റ് വളരെ ക്ലിയറാണ്. എന്താണ്? ഒന്ന്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടികൾ കൊടുത്ത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ രേഖകളും ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ട് എന്ന് ഇൻകം ടാക്സ് പറഞ്ഞിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇയാളുടെ മകൾ 1,72,00,000 മേടിച്ചെന്നും അത് അനധികൃതമാണെന്നും അതൊരു സേവനം കൊടുക്കാതെയാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ ഒരു ഫൈൻഡിങ് ആയിട്ട് ഇത് 12/6/2023 പുറത്തു വന്നു. ആ ഫൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ലൈഫ് ഇൻഷുറൻസ് കോഴക്കേസ്, ഇതെല്ലാം ആർ അലിഗേഷൻസ്, അതായത് ആരോപണങ്ങൾ. പക്ഷേ ഇത് ഫൈൻഡിങ്സാണ്. എൻ്റെ ചോദ്യം, ഈ ഫൈൻഡിങ്സ് പുറത്തു വരുന്നത്, അപ്പോൾ ഈ ഫൈൻഡിങ്സ് പറഞ്ഞാൽ എന്താണ്? ഈ ഫൈൻഡിങ്സ് രണ്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നതാണ് ഇത് രണ്ടും. അതെ, അതുകൊണ്ട് കൈ പറയും. അവിടെയാണ് എൻ്റെ ചോദ്യം. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കുടുംബത്തെ തകർക്കുന്ന പരിപാടിയാണ്. സോയ്മാൻ അത് സംസാരിക്കണം, നമുക്കത് സംസാരിക്കണം. പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് തീർക്കാൻ എനിക്ക് 2 മിനിറ്റ് തരണം. അപ്പം ഈ 2 കാര്യങ്ങളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്നുള്ളതിന് തർക്കമില്ലല്ലോ. എന്നാൽ ആ SFIOയുടെ പരിധിയിൽ വരുന്ന ഈ 2 ഫൈൻഡിങ്സ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി നടത്തിയിട്ടും നീണ്ട 7 മാസക്കാലം എവിടെയായിരുന്നു മോഡിയും അമിത്ഷയും? കാരണം എന്താണ്? 12/1/2023 ROCയുടെ അന്വേഷണം വന്നത്. അതും ROC ആണ്. അപ്പോഴും SFIO വരുന്നില്ല. SFIO വരുന്നത് എങ്ങനെയാണ്? SFIO വരുന്നത് ഷോൺ ജോർജ് കോടതിയിൽ പോയിട്ടാണ്. അല്ല, കോടതി ഉത്തരവ് ഇതുവരെ പറഞ്ഞില്ല. അതിനു മുമ്പ് സർക്കാർ ഞാൻ അതിലും വരുന്നുണ്ട്. സോയ്മോനെ, അതെല്ലാം എനിക്ക് വളരെ നന്ദിയുണ്ട് സോയ്മോനോട്. ഒന്ന്, 8 മാസം കഴിഞ്ഞിട്ടും അവർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വന്നത് ഭയങ്കര വിഷയമാണെന്നും പിണറായി നാളെ കഴിഞ്ഞ് ജയിലിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ വാർത്തകൾ വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, SFIOയുടെ അന്വേഷണം വരാൻ എന്തിന് ഷോൺ ജോർജ് കേസ് കൊടുക്കുന്നതിനെ വരെ കാത്തു നിന്നു? ഒന്ന്. രണ്ട്, ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വന്ന് 8 മാസം കഴിഞ്ഞിട്ടും വന്ന അന്വേഷണം SFIOയുടെ അല്ല, ROCയുടെ അന്വേഷണമാണ് വന്നത്. SFIOയുടെ അന്വേഷണം വന്നത് ഷോൺ ജോർജ് പോയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഷോൺ ജോർജിൻ്റെ കോടതിയിലുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ചെയ്തതല്ല. ഒന്ന്. രണ്ട്, സ്വയമം പറഞ്ഞല്ലോ, ഇപ്പം കോടതി ഈ ദേവൻ രാമേന്ദ്രൻ്റെ കാര്യം, അവിടെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കാരണം എന്താ? ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജ് വിധി പറയുന്നതും അതിൻ്റെ ലോജിക്കൊക്കെ നമുക്കറിയാമല്ലോ. അയാൾ വളരെ ഈ പറഞ്ഞ പോലെ സ്കേത്തിങ് ആയിട്ടുള്ള വിധിന്യായം പറയുന്ന ആളാണ്. അയാളുടെ മുമ്പിൽ ഈ കേസ് വരുന്നു. സ്വാഭാവികമായും അയാളുടെ മുമ്പിൽ കേസ് വരുമ്പോൾ അയാൾ പറയുകയാണ്, 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് അയാളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അല്ല, ഇതൊരു 5 മാസം കൊണ്ട് 8 മാസത്തെ പ്രശ്നമാണ്. അല്ല, 8 മാസത്തെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ 3 മാസം എന്ന് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? 4 മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ്. അതെ, അയാൾ 3 മാസം കൊണ്ട് അന്വേഷണം നടത്തും എന്ന് പറയാനിരുന്നത് തടയാൻ വേണ്ടിയാണ് ഈ SFIOയുടെ അന്വേഷണം ഇപ്പോൾ കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ വാദം. കാരണം അത് പ്രഖ്യാപിച്ചിരുന്ന പോയേനെ. കാരണം എന്താണെന്നറിയോ? അന്വേഷണത്തിലുള്ള സമയപരിധിയാണ് 8 മാസം. ഇതൊരു 3 മാസത്തിന് റിപ്പോർട്ട് ഇവർക്ക് സമർപ്പിക്കാവുന്നേ ഉള്ളൂ. സോയ്മോനെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 4 മാസം കൊണ്ട് റിപ്പോർട്ട് തരാനായിട്ടൊരു അന്വേഷണം വെച്ചിരുന്നല്ലോ ROCയുടെ. ആ അന്വേഷണം ഇപ്പോൾ പോയി. ഇനി SFIOയുടെ അന്വേഷണം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അപ്പം ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിൽ ഇത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ദിവസമാണ് SFIOയുടെ അന്വേഷണം വരുമെന്നുള്ള വാർത്ത മനോരമയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ, ദേവൻ രാമേന്ദ്രന് ജഡ്ജ്മെൻറ്റ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം SFIOയുടെ അന്വേഷണം 8 മാസത്തേക്കുള്ള പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അപ്പോൾ ദേവൻ രാമേന്ദ്രൻ ഒരു ജഡ്ജ്മെൻറ്റ് പറയുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്നും ഇത് 8 മാസം കഴിഞ്ഞ് ഇതിൻ്റെത് വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ആരോപണം. ആ ആരോപണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ആരോപണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള സാധനമാണ്. അറസ്റ്റിന് പോലും അധികാരമുള്ള സ്ഥാപനമാണ് ഈ SFIO. ആ SFIOയുടെ അന്വേഷണം ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മകൾക്കെതിരെയും തെളിവുകളുണ്ട്. കാരണം ROCയുടെ അന്വേഷണ റിപ്പോർട്ട് ഇവർ തന്നെ പുറത്തു കൊണ്ടുവന്നു.
ഏഷ്യാനെറ്റ് വഴി രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ വഴി അത് പുറത്തു കൊണ്ടുവന്നു. അല്ല, ഇന്നലെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയിരിക്കുന്നത്. ഈ വീണ വിജയൻ CMRLന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല മറ്റ് ചില സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതായി സംശയിക്കപ്പെടുന്നു, ആരോപണങ്ങളുണ്ട്, അതുകൂടി ചേർത്ത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം അല്ല, അത് പുറത്തു വന്നല്ലോ. കാരണം സാന്റാ മോണിക്കയിൽ നിന്ന് മേടിച്ചത്, കരിമണൽ കർത്താവിൻ്റെ ഭാര്യ എംപവർ ഇന്ത്യ അവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2014 ഒരു പൈസയുടെ പോലും ടേൺ ഓവർ ഇല്ലാത്ത വീണ വിജയൻ്റെ 1% കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തു സോയിമോനെ. ബിസിനസ്സിനായിരിക്കും. ഞാൻ പറഞ്ഞ ബിസിനസ് അവർ ചെയ്ത്, ഞാൻ ചെയ്ത് ഓവർ ഡ്രാഫ്റ്റ് എപ്പോഴാണ് കിട്ടുന്നത് സോയിമൻ എന്ന് പറഞ്ഞേ? ഓവർ ഡ്രാഫ്റ്റ് കിട്ടുന്നതിൻ്റെ ബിസിനസിന്റെ വോളിയം കൂടി കണക്കിലെടുത്തു. ആണല്ലോ അവരന്നേരം ഒരു ബിസിനസ്സും തുടങ്ങിയിട്ടില്ല. അല്ല, കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് ഇല്ല സോയിമൻ. 2014 ഈ പിണറായി വിജയൻ്റെ ഭാര്യ പെൻഷൻ്റെ പിച്ചക്കാശും കൊടുത്തിട്ട് ഇവരെ ബാംഗ്ലൂരിലേക്ക് വിടുക. കാരണം അത്രേ ഉള്ളൂ ആ പെൻഷൻ്റെ കയ്യിൽ പിച്ചക്കാശ്. കാരണം ശുദ്ധമാണല്ലോ കൈ. അതിൻ്റെ വിശദാംശം ഞാൻ പിന്നീട് വരാം. അങ്ങനെ കൊടുത്തുവിട്ട അവസരത്തിൽ അവർ 1% കമ്പനി 2014 തുടങ്ങുമ്പോൾ തന്നെ ധനലക്ഷ്മി ബാങ്ക് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുകയാണ്. ഇനി അതൊരു വലിയ വിവാദത്തിലേക്ക് വന്ന് എങ്ങനെയാണെന്നറിയാം സോയിമോന്? ഇത് കൊടുത്ത് ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഏതാണ്ട് ഒരു 100 ചില്ലാനം കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു ബോണ്ടിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് സോയിമോനെ. ആലോചിച്ച് നോക്ക്. അന്ന് ധനലക്ഷ്മി ബാങ്ക് നഷ്ടത്തിലോടുകയാണ്. ആ നഷ്ടത്തിലോടുമ്പോൾ ദേവസ്വം ബോർഡ് അത് ക്വിഡ് പ്രോക്കോ എന്നാണ് ഞാൻ പറയുന്നത്. സോയിമോനെ ഞാൻ അങ്ങോട്ട് സഹായിക്കുമ്പോൾ സോയിമോനെത്തി. അപ്പം ഇവർ കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നു, എംപവർ ഇന്ത്യ കൊടുക്കുന്നു, സാന്റാ മോണിക്ക കൊടുക്കുന്നു, ഊരാളുങ്കൽ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പൈസ കൊടുത്തു എന്നുള്ളത് പുറത്ത് വന്നതാണ്. അപ്പം അങ്ങ് ആരോപിക്കുന്നത് ഒരു കുടുംബിനിയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഒരു കുടുംബമുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. അതിന് മുമ്പ് ഇനി ഞാൻ മറ്റത് ജസ്റ്റ് 2 സെൻസിലും തീർത്തോട്ടെ. അപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനും മകൾക്കെതിരെ തെളിവുകൾ, അസന്നിഗ്ധമായിട്ടുള്ള തെളിവുകളുണ്ട്. അതെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു. ഇത് അന്വേഷിക്കുന്നത് ഏറ്റവും കൂടുതൽ പല്ലും നഖവും ഉള്ളൊരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് 3. ആ അന്വേഷണ ഏജൻസിക്ക് അറസ്റ്റിനുള്ള അധികാരവും ഉണ്ട്. ഈ 4 സന്ദേശങ്ങളാണ് പിണറായി വിജയന് BJP അവിടുന്ന് കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളുണ്ട്. 4 മാസമുണ്ട്. ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അതുകൊണ്ട് അതിൻ്റെ ക്യൂട്ട് പ്രോക്കോ എന്നുള്ള നിലയിൽ തൃശ്ശൂർ സീറ്റെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. കിട്ടിയില്ല എങ്കിൽ അവരെ ഡോട്ടഡ് ലൈനാണ്. ഞാൻ ഒരു കാര്യം സോമിനോട് ഉറപ്പ് പറഞ്ഞേക്കാം. സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റാൽ പിണറായി വിജയൻ ഇത് എഴുതി വേണമെങ്കിൽ സോയിമൻ 4 മടക്കി പോകരുള്ളൂ. സുരേഷ് ഗോപി തൃശ്ശൂർ തോറ്റാൽ പിണറായി വിജയനും മകളും വിൽ ബി ഇംഗ്ലീഷിൽ ബിഹൈൻഡ് ദ ബാർസ്. ഈ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എണ്ണി അവിടെ 20 കഴിയുമ്പോൾ 20, 19, 18 എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും കൂടെ കിടക്കും. അതൊരു സെല്ലിലാവോ 2 സെല്ലിലാവോ എന്നുള്ള പ്രശ്നം അത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇത് കിട്ടിയേ മതിയാവും. അതിനു വേണ്ടിയുള്ള ബാർഗെയിനിങ് ആണ്. അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അതെന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വേണം വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി സോയിമാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെ തകർക്കുകയാണ്. അതായത് ആദ്യം ഭാര്യയ്ക്കെതിരെ പറഞ്ഞു, ഭാര്യയ്ക്ക് മറ്റേ കമല ഇതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പിണറായി വിജയൻ്റെ കെട്ടിടം അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ പിണറായി വിജയനെ ലാവലിൻ കേസ് എന്ന് പറഞ്ഞു. അതിനുശേഷം ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ പറയുന്നു, മകനെ പറയുന്നു, മകൻ്റെ ഭാര്യയുടെ അച്ഛനെ പറയുന്നു. ഇപ്പോഴത്തെ വീണ്ടും അച്ഛനെ പറയുന്നു. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുപോലൊരു കുടുംബത്തിനെ ഇതുപോലെ വേട്ടയാടിയിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ മകൻ്റെ ഭാര്യയുടെ അമ്മായി അച്ഛൻ ആലോചിച്ചു. പക്ഷേ സോയിമാനെ നിർഭാഗ്യവശാൽ എന്താണ് അവസ്ഥ? ഇതുപോലൊരു കുടുംബം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സോയിമാൻ? ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് തല പോലും മുങ്ങിയ ഒരു കുടുംബം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഇത് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ മറുപുറത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. അല്ല സോയിമാനെ, ഞാൻ പറയുന്നത് ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസിൽ പോലും ഒരു വിധി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ ഇതിനെതിരായിട്ടുള്ള അഴിമതി കേസിലെ തെളിവുമായിട്ട് എനിക്കും സോയിമോനും ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സോയിമോനും സാധാരണക്കാരാണ്. അന്വേഷണ ഏജൻസികളാണ് തെളിവുകൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ലാവ്ലിൻ കേസിനെ കുറിച്ച് മാത്രം സോയിമൻ പറഞ്ഞു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സോയിമൻ പറഞ്ഞു. BJP സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം, അതിനു മുമ്പ് ഒരു UPA സർക്കാർ ഉണ്ടായിരുന്നല്ലോ. സോയിമനെ ഞാൻ ചോദിക്കുന്നത് അത് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് അത് സംബന്ധിച്ച് വിധിയും വന്നിരുന്നു. UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിണറായി വിജയൻ പ്രതിയാണെന്നുള്ള CBIയുടെ റിപ്പോർട്ട് വരുന്നത് ലാവ്ലിൻ കേസിൽ 2007-2008. 2014 പിണറായി വിജയനെ കേരള ഹൈക്കോടതി കുറ്റമുക്തനാക്കുന്നു.
2017 ഒക്ടോബർ 10 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോകുന്നത്. ഇപ്പം 6.5 വർഷമായി. ഈ 6.5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും BJP സർക്കാർ ഒരു എയർലി ഹിയറിങ്ങിന് പോയിട്ടില്ല. സ്വാഭാവികമായും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് തെളിവ് പുറത്തു വരുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഞാനീ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു കുടുംബം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സോമാനെ? അതായത് അച്ഛനെതിരെ 2000-ൻ്റെ മധ്യത്തിൽ തന്നെ 372 കോടി രൂപയുടെ അഴിമതി ആരോപണം. അതിപ്പോഴും പിന്നെ സുപ്രീം കോടതി കിടക്കുകയാണല്ലോ, തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തള്ളപ്പെട്ടിട്ടില്ല, അത് സുപ്രീം കോടതി കിടക്കുകയാണ്. ആ കേസ് ഡെമോക്രാസിൻ്റെ ബോൾ പോലെ കിടക്കുകയാണ്. ഇനി താനതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ആ കേസ് തള്ളണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി കൂടെ? ഇതെന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ഇത് കേൾക്കണം എന്നും പറഞ്ഞ് പിണറായി വിജയൻ എയർലി ഹിയറിംഗ് കൊടുക്കണ്ടേ? കൊടുക്കുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ ആ കാര്യത്തിൽ ഭയമുണ്ട്. ലാവ്ലിൻ കേസ് വന്നു. ഇടയ്ക്കിട്ട് ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ പുള്ളി ഇങ്ങനെ കൈ പൊക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കൈ ശുദ്ധം എന്ന് പറയും. ഈ ശുദ്ധാത്മാവ് പരമാത്മാവുമായിട്ടുള്ള ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ 2004-ലോ 2005-ലോ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ MBA പഠനത്തിന് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത 42 ലക്ഷം രൂപ ആരുടെ പെൻഷനിൽ നിന്ന് കിട്ടിയതാണ്? മകൻ്റെ പഠനാവശ്യം. നമ്മൾ അതിനെ ഒരു വലിയ വിവാദത്തിലേക്ക് സോയിമോനെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം എന്താ പറയുന്നത്? ഭാര്യയുടെ പെൻഷനുമായിട്ടാണ് മകളെ പറഞ്ഞു വിട്ടെന്നാണല്ലോ പറയുന്നത്. 2004-ലും 2005-ലും ഭാര്യ റിട്ടയർ ചെയ്തിട്ടില്ലല്ലോ, ഭാര്യ ജോലിയിലുണ്ടല്ലോ, അപ്പോൾ പെൻഷൻ ഇല്ല. അത് സംബന്ധിച്ച് ജി ശക്തിധരൻ പറഞ്ഞെന്താണെന്നറിയോ? അത് സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കടലാസുമായിട്ട് SBIയുടെ കലൂർ ശാഖയിലേക്ക് പിണറായി വിജയൻ പറഞ്ഞു വിട്ടത് പിന്നെ ശക്തിധരനെയാണ്. ഏത് ബാങ്കിൽ നിന്ന് വായ്പ. പിറ്റേ ദിവസം ശക്തിധരനോട് എന്ത് പറഞ്ഞെന്നറിയോ? ആ വായ്പ വേണ്ട, എടുക്കണ്ട, നമുക്ക് വായ്പ വേണ്ട, മറ്റാരെങ്കിലും പൈസ ഏർപ്പാടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കടം വാങ്ങിയതാവാം. അല്ല, അത് കടം വാങ്ങിയതാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ സ്വയം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ പറഞ്ഞാൽ മതി, 42 ലക്ഷം ഇത്ര പേരിൽ നിന്ന് കടം വാങ്ങിച്ചു പറഞ്ഞിട്ടില്ല. അല്ല, 42 അത്ര വലിയൊരു തുകയാണോ? അല്ല 42 ഇപ്പോൾ പോലും പിന്നെ ചിലർക്ക് തുകയാണ്. പക്ഷേ 42 എപ്പോഴായിരുന്നു തുകയായിരുന്നത്? 2004-ലാണ് സ്വയമോനെ. 2004 എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ്. 20 വർഷം മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ സ്വന്തം രണ്ടാം മകനെ ബർമിംഗ്ഹാമിൽ പഠിപ്പിക്കാൻ കൊടുത്ത 42 ലക്ഷം രൂപ ആരുടെ പെൻഷൻ കാശാണ്? ഈ പോലെ ബന്ധുവിൻ്റെയൊക്കെ പെൻഷൻ കാശായിരിക്കും, നമുക്കറിയില്ല. അങ്ങനെയാണ് പോയത്. 2, ഈ ശുദ്ധാത്മാവും പരമാത്മാവിൻ്റെയും പിന്നെ അയാളുടെ കാര്യം ഞാൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എത്ര മൊഴികൾ അയാൾക്കെതിരെ ഉണ്ട്? ഡോളർ കടത്തി എന്ന് പറഞ്ഞിട്ടൊരു ആരോപണമെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ വന്നിട്ടുണ്ടോ സോയിമോനെ? മകൾക്കെതിരെ ആരോപണത്തിൻ്റെ പെരുമഴക്കാലമല്ലേ ഇപ്പം? അല്ല, സ്വപ്ന സുരേഷാണ് ഈ ആരോപണങ്ങളെല്ലാം തൊടുത്തുവിട്ടത്. പക്ഷെ സ്വപ്ന സുരേഷ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുവോ ഇല്ലയോ എന്നറിയില്ല. അവർ സ്വൈരവികാരം നടത്തുന്നു. പക്ഷേ സ്വപ്ന സുരേഷ് ആരാ? സ്വപ്ന സുരേഷ് ഇപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു കള്ളക്കടത്ത് കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. ആ സ്വപ്ന സുരേഷ് ഒരു 2-3 വർഷമായിട്ട് ഇനി പറയാൻ വല്ലതും ഉണ്ടോ സോയിമോനെ ഈ പിണറായി വിജയനെതിരെ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സ്ത്രീ ആയതുകൊണ്ട് പിണറായി വിജയൻ കേസ് കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീക്ക് അപ്പോൾ എന്തും പറയാമോ പിണറായി വിജയനെതിരെ? അവരെന്തൊക്കെയാണ് സോയിമോനെ പറഞ്ഞിട്ടുള്ളത്? അവർ ഇയാൾക്കെതിരെയും ഇയാളുടെ ഭാര്യയ്ക്കെതിരെയും ഭാര്യ എന്താ പറഞ്ഞത്? ഞാൻ സ്വർണം വേണമെങ്കിൽ ഷാർജ ഷേഖിൻ്റെ ഭാര്യ വേണം സ്വർണം കൊണ്ട് മൂടാൻ ഞാൻ എന്ന് പറഞ്ഞു എന്നാണ് പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഒരു കേസും ഇല്ല. ഇനി മകളെക്കുറിച്ച് എന്താ പറഞ്ഞത്? മകളാണ് മാസ്റ്റർ ബ്രെയിൻ. എവിടെ അഴിമതി നടത്തണോ എന്നുള്ളത് സംബന്ധിച്ച് ആദ്യം അഭിപ്രായം, അതിൻ്റെ ജെനിസിസ്, അതിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് മകളാണ്. അത് പ്രോജക്റ്റ് ആക്കിക്കൊണ്ടിരുന്നത് ശിവശങ്കരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയൊക്കെ ദിവസങ്ങളിൽ എത്രയെത്ര പ്രാവശ്യം സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരെ പറഞ്ഞു. ഇതുപോലൊരു കുടുംബം കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ സോമോനെ? ഞാൻ പോട്ടെ, ലെറ്റലോൺ ഈ പറഞ്ഞ പോലെ CPM ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇതുപോലെ? എന്നിട്ട് പാർട്ടിയിൽ നിന്ന് പരസ്യമായ അതൃപ്തിയോ പിണറായി വിജയനെതിരെ ഒരു വിമത ശബ്ദമോ ഒന്നും കേൾക്കുന്നില്ല ഇപ്പോഴും. സോമോനെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ CPM ഉണ്ടായിരുന്നത്, ബംഗാളിലും CPM ഉണ്ടല്ലോ. ബംഗാളിൽ ഇപ്പോൾ പോയിട്ട് ഇതിനെ ഈ ആട് കിടന്നിടത്ത് പൂട പോലും കാണാനുണ്ടോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ബംഗാളിലെ പാർട്ടിയിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായിരുന്നോ? അല്ല, ജ്യോതി ബാസുവിൻ്റെ അനുസ്മരണം ഈ കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭയിൽ നടന്നപ്പോൾ ഒരു CPM MLA പോലും ഇല്ല. അത് നടന്നപ്പോഴത്തേക്കും പിന്നെ പിണറായി വിജയൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, മൂക്കുമുട്ട പൊട്ടിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബംഗാളിൽ പൊട്ടിത്തെറിച്ച് അത് അതിൻ്റെ വഴിക്ക് പോയി, ത്രിപുരയിലും പൊട്ടിത്തെറിച്ച് അതിൻ്റെ വഴിക്ക് പോയി. ഈ ത്രിപുരയിലും ബംഗാളിലും പൊട്ടിത്തെറിക്കുന്നതിനും എന്തെങ്കിലും അസംതൃപ്തി സോമനെന്ന് പറഞ്ഞുതരാമോ? ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയോ? ഈ അസംതൃപ്തി മുഴുവൻ അതിനകത്ത് കിടന്നെ കൊണ്ട് പുകഞ്ഞ് തിളച്ചിട്ട് ഒറ്റ പൊട്ടലങ്ങ് പൊട്ടി.
ഈ ഒരൊറ്റ പൊട്ടൽ പൊട്ടിയത് കൂടിയുണ്ടല്ലോ, ഇത് എവിടെയോ പോയി. പക്ഷെ അങ്ങ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിമർശകർ കഴിഞ്ഞ കുറേ വർഷമായി അസംതൃപ്തി ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാം വട്ടം പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അല്ല സോയ്മോനെ, അത് നമുക്കറിയാമല്ലോ അതെന്തുകൊണ്ടാണ് വന്നത്. നമ്മളിപ്പോൾ രണ്ടാം തവണ വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അത് വന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെ നിൽക്കട്ടെ, അതൊരു അബറേഷനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ കേരളത്തിൽ ഇതുപോലെ അസംതൃപ്തി ഉണ്ടാവുന്നില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗാളിൽ 35 വർഷം ഭരിച്ചല്ലേ സോയ്മോനെ, 35 വർഷം. അതിൽ 5-6 തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴെല്ലാം 50% കൂടുതൽ സീറ്റ്, 294 അംഗ നിയമസഭയിൽ ഒരു 200 സീറ്റിൽ വരെ മുകളിൽ വരെ CPM ഉണ്ടായിട്ടുണ്ട്. അവിടെയും അത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഒരു അസംതൃപ്തിയും പുറത്ത് നമ്മൾ കണ്ടില്ല. അപ്പം അങ്ങ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ CPM ഒരു സർവനാശത്തിലേക്ക് പോകും, പക്ഷെ പിണറായി വിജയനോ മകളോ ഇതിൽ ശിക്ഷിക്കപ്പെടില്ല, കേസിൽ നിന്ന് ഊരിപ്പോയി. അല്ല ഞാൻ രണ്ടായിട്ട് നമ്മളെ കാണുന്നത്. ഒന്ന്, CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ സർവനാശത്തിലേക്ക് പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം വാസ്തവത്തിൽ MV ഗോവിന്ദനും EP ജയരാജനും ഒക്കെ കേന്ദ്രത്തെ ചൊടിപ്പിച്ച് അവരെ ഏജൻസിയെ വരുത്തിയിരിക്കുക. MV ഗോവിന്ദൻ പലവട്ടം വെല്ലുവിളിച്ചു, EP ജയരാജൻ വെല്ലുവിളിച്ചു, അങ്ങനെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോമന, ഞാൻ രണ്ടായിട്ട് തന്നെ പറയുന്നു. ഒന്ന്, ഇത് ഏതാണ്ട് അവസാനത്തെ റീലാണ്. ഇപ്പം കായംകുളത്തെ വിപ്ലവം എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്നല്ലോ. അവിടുത്തെ ഒരു ക്ലീനറായിരുന്ന CPM കാരന് 20 കോടിയുടെ, അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM സ്പോൺസർ ചെയ്ത 2 ഫേസ്ബുക്ക് പേജുകൾ, ആ 2 പേജുകളിലും മത്സരിച്ച് CPM-നെതിരായിട്ടുള്ള അഴിമതിയാവുന്നത്. അവിടെ നിൽക്കട്ടെ. CPM എന്ന് പറഞ്ഞ പാർട്ടി പൊട്ടാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓരോ മിനിറ്റിലും നടക്കുന്ന സംഭവങ്ങൾ അതാണ് തെളിയുന്നത്. അല്ലെങ്കിൽ CPM-ലേക്ക് വരുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയനും ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ്. സോമനെ, ഇത് പിണറായി വിജയനും മകളും ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ CPM-ൽ ഈ പിണറായിസം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യാഘാതം എന്താണെന്നറിയാമോ? CPM അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം പുറത്ത് കാണുന്ന CPM പിണറായി വിജയനും ഭാര്യയും മകളും ഒക്കെയാണ്. പക്ഷേ ഇത് താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി വരെ അടിമുടി ഇത് അഴിമതിയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി ഭാരവാഹികൾ ഒരു വശത്തും പാർട്ടി അണികൾ വേറൊരു വശത്തും എന്നുള്ളൊരു ധ്രുവീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അണികൾ ഇലക്ഷനിലേ പ്രതികരിക്കുകയുള്ളൂ. ആ ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന പ്രതികരണം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ഒരുപക്ഷെ ബംഗാളിനേക്കാൾ ശക്തമായ ഒരു എക്സ്പ്ലോഷനിലേക്ക് പോകാനായിരിക്കും സാധ്യത. ഇനി പിണറായി വിജയനും മകളും ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്, പിണറായി വിജയനും മകളും ശിക്ഷിക്കപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ശിക്ഷിക്കപ്പെടാം. പക്ഷേ ശിക്ഷിക്കപ്പെടണമെങ്കിൽ BJPക്ക് കേരളത്തിൽ തിരിച്ചടി ഉണ്ടാവണം. ടു ബി വെരി സ്പെസിഫിക്, തൃശ്ശൂർ സുരേഷ് ഗോപി തോറ്റാൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അത് തോറ്റില്ല എങ്കിൽ പിണറായി വിജയൻ ഇനിയും രക്ഷപ്പെട്ട് നിൽക്കും. കാരണം പിണറായി വിജയനെതിരെ 2020 മുതൽ ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഫൈൻഡിങ്സ് വരെ ഉണ്ടായിട്ടും ഈ പറഞ്ഞതുപോലെ വാളും എടുത്തുകൊണ്ട് മറ്റേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനോ ഏജൻസി ഇങ്ങനെ വാളും പൊക്കിപ്പിടിച്ചിങ്ങനെ വരുന്നത് കാണാം. പക്ഷേ പിന്നെ വാൾ താഴെ ഇടുന്നല്ലേ നമ്മൾ കാണുന്നത്. എന്നാൽ ഞാനതാണ് CM രവീന്ദ്രൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഈ അൻവർ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവനുണ്ടല്ലോ, അയാളെ ED എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു സോയ്മാനെ, ഓർമ്മയില്ലേ? അയാൾ EDയെ പച്ചയ്ക്ക് കളിയാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ ഫുട്ബോൾ ടൂറിന് കളി കാണാൻ വേണ്ടിയിട്ടാണ് പോയെന്നാണ് അയാൾ EDയുടെ ഓഫീസിൽ നിന്ന്. അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ഈ ബംഗളൂരുവിലെ മറ്റ് IT കമ്പനികൾക്ക് ഒരു വെല്ലുവിളിയാകും എന്ന് ഭയപ്പെട്ട് അവരെല്ലാം കൂടി ആയിരിക്കും കേസിന് പിന്നിൽ വീണയ്ക്ക്. അതെ, അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ ഒരു 2 വാക്ക് എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ എനിക്കൊരു അവസരം നൽകി. കാരണം ഈ കേരളത്തിലെ CPM എത്രത്തോളം ജീർണിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു മുഖമാണ് കണ്ടത്. അതായത് കേരളത്തിൽ 25 ലക്ഷം കുടുംബിനികളുണ്ട്. അവരൊന്നും വീടിന് പുറത്തേക്ക് പോകില്ല. അവരെല്ലാം IT മേഖലയിൽ ഇത് ഉള്ളവരാണ്. അതുകൊണ്ട് കേരളയിൽ വന്നാൽ സ്വപ്നം കാണാൻ ചിലവൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് സ്വപ്നം കാണുന്നതിന് കുഴപ്പമില്ല സോയ്മന. പക്ഷേ അത് നിയമസഭ പോലെ ഒരു നിയമനിർമ്മാണ സഭയിൽ നിന്ന് ഇതുപോലെ പൊട്ടത്തരം വിളിച്ച് പറയുന്ന ഒരു മനുഷ്യൻ്റെ ബോധ നിലവാരം, ഞാനത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ VR കൃഷ്ണയ്യർ മുതൽ ജോസഫ് മുണ്ടശ്ശേരി മുതൽ സാനുമാഷ് മുതൽ കടമ്മനിട്ട മുതലുള്ള സ്വതന്ത്രനും മത്സരിച്ചെടുത്താണ് ഇയാളെ പോലെ ഒരാൾ വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം പണ്ഡിതനും പാമരനും ഒക്കെ ഉൾപ്പെട്ട ഒരു സഭയല്ല. അല്ല കേരളത്തിലെ ജനാധിപത്യത്തിന് ഭയങ്കരമായ സൗന്ദര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ജനാധിപത്യത്തിന് വേണമെങ്കിൽ മറ്റൊരു ലോകസുന്ദരി പട്ടത്തിന് പോലും വേണമെങ്കിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു നിലയിലാണ് അതിൻ്റെ ഒരു ഇതായത്. കാരണം വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് സ്വർണം മാന്താനായിട്ട് സിയറ ലിയോണയിൽ പോവുക, അവിടെ ഇരുന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുക, എല്ലാവരെയും വന്നിട്ട് എടാ പോടാ പട്ടി ചെറ്റ എന്നൊക്കെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് CPM-ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, ഇയാൾ ഈ പൊട്ടത്തരം
പൊട്ടത്തരം വിളിച്ച് പറഞ്ഞല്ലോ. ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞത് അത് ഏറ്റെടുത്തുകൊണ്ട് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇത് ആലോചിച്ചത് എന്ത് പറയാനാണ് നമ്മൾ? ഞാൻ പറഞ്ഞു, ഇതൊരു സാധനം നമ്മൾ എഴുതി വായിക്കുമ്പോൾ ഇത് മണ്ടത്തരമല്ലേ, ഇത് പൊട്ടത്തരമല്ലേ, ഇതെന്നെ ആളുകൾ കളിയാക്കുകയല്ലേ എന്ന് തോന്നാനുള്ള ബോധ്യം പോലും ഈ അൻവർ എന്ന് പറഞ്ഞ ആൾക്ക് ഇല്ല എന്നുള്ളടത്താണ്. പക്ഷേ അൻവറിന് നല്ല ബുദ്ധിയുണ്ട്. പണ്ടൊരിക്കൽ പുള്ളിയുടെ തടയണ അവിടെ തുറന്നു വിടുന്നത് ജപ്പാനിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് പറഞ്ഞു. കാരണം ആ തടയണയിൽ നിന്നുള്ള വെള്ളം സമുദ്രത്തിൽ ചെല്ലുകയും അവർക്ക് നീരാവിയായി ജപ്പാൻ പെയ്തിറങ്ങേണ്ട മഴ ഇവിടെ തടഞ്ഞു നിർത്തി കേരളത്തിൽ തന്നെ മഴ പെയ്യിപ്പിക്കാനുള്ള. അതെ, അപ്പോൾ അത് കണ്ടുകൊണ്ടാണ്, ആ കഴിവ് കണ്ടുകൊണ്ടാണ് CPM അയാളെ ഒരു തവണയല്ല 2 തവണ അയാളെ MLA ആക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇയാളുടെ ബോധ നിലവാരത്തോട് കിടപിടിക്കുന്നവരാണ് പിണറായി വിജയനെ പോലുള്ള ആളുകളെന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും വലിയ ബുദ്ധിമാനായതുകൊണ്ട് അയാൾ നിയമസഭയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ പിണറായിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ വിജയന്റെ വിഷയത്തിൽ ഇനി എന്താവും പിണറായി വിജയന്റെ ഒരു നീക്കം? സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നടുക്കുന്ന ചില ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, വിവാദങ്ങൾ മറ്റൊരു വഴിക്ക് തിരിയാറുണ്ട്. ഇന്നലെ ഏലും നമ്മൾ ആ തണ്ണീർക്കൊമ്പനെ വെടിവെച്ച് കൊന്നു, പക്ഷേ ആ വിവാദം ഇന്നും കൊണ്ട് ഒതുങ്ങിപ്പോയി. എങ്ങനെ ഇനി ഇതിൽ നിന്നിട്ട്? സോമന, ഒരു കാര്യം ഞാൻ പറയാം. ഈ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ കോൺഫിഡൻസ് ലെവൽ പൊതുവിൽ കുറഞ്ഞു വരികയാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ കീഴ്ത്തട്ടിലുള്ള പിടി മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കൂ. കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു തേർഡ് റേറ്റ് നേതാവ് പോലും മുഹമ്മദ് റിയാസിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. സിറ്റിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. 5 വർഷം മുമ്പ് വന്ന സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടാണ് 500 കോടി രൂപ. അത് ഈ മാർച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് പരസ്യമായി റിയാസിനെ ഇരുത്തിക്കൊണ്ട് വിമർശിക്കുകയാണ് അയാൾ. ഇനി മറുവശത്ത് റിയാസിൻ്റെ ഭയങ്കര കണ്ടാഗ്രസ് ആയിട്ടുള്ളൊരു മറുപടിയായിരുന്നു. മറ്റേ കോൺട്രാക്ടർമാർ പോയതാണ്, അവർ പൊള്ളലിൻ്റെ ഇതിനകത്ത് പോയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങ് പറയുന്നത് ഈ പിണറായി വിജയൻ ഈ പ്രശ്നത്തിൽ വീണാൽ പാർട്ടി എടുത്ത് ആ കുടുംബത്തെ ഒടുക്കുമെന്നാണോ? സോമന, ഞാനതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനതിനൊരു ലോജിക്കൽ ഐഡിയാണെന്ന് വന്നോട്ടെ. പിണറായി വിജയനെ സംബന്ധിച്ചോളം പിണറായി വിജയന് വ്യക്തമായിട്ടുണ്ട് റാങ്ക് ആൻഡ് ഫയൽ കംപ്ലീറ്റ് അലിനേറ്റഡ് ആയിപ്പോയി. നേതൃത്വത്തിൽ തന്നെ നല്ല പങ്ക് ഇന്ന് അസ്വസ്ഥതകളുണ്ട്. പക്ഷേ അവർ ഇത്തിരി അഴിമതി കാര്യങ്ങൾക്ക് കൂടെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ട്. 2, പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ് സോയിമോനെ? മകളെ വളർത്താൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദ വേ ഒരുപാട് ശ്രമിച്ചൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. അതിൻ്റെ കാരണം എന്താണ്? പിണറായി വിജയൻ വേണമെങ്കിൽ നിയമസഭയിൽ വരുമ്പോൾ പറയാറ് മകളുടെ കാര്യം മകൾ നോക്കും. കൊടിയേരി അതാ പറഞ്ഞത്. നിയമത്തിൻ്റെ വഴിക്കോ കൊടിയേരി അത് പറഞ്ഞു. ബംഗാളിൽ ജ്യോതിബാസു അതാ പറഞ്ഞു. ചന്ദൻ ബാസുവിനെ കുറിച്ചിട്ട് എനിക്ക് അതിനകത്തൊന്നും അറിയത്തില്ല. പക്ഷെ പിണറായി ഒരു കരുതലിൻ്റെ ആളാണ്. ഇവിടെ കോവിഡ് കാലത്ത് ജനങ്ങളെ കരുതി, അത് കഴിഞ്ഞും കുടുംബത്തെ അതെ വെച്ചാൽ മകളുടെ കരുതലിൻ്റെ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയന് ടെൻഷൻ വരുമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം മകളെ അകത്ത് പോയാലും ഇല്ലെങ്കിലും മകളെ വേണം നാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കാം. അത് താങ്ങാൻ പറ്റുന്നതല്ല. അത് മകളെക്കാൾ കൂടുതൽ അച്ഛന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മകളുടെ കാര്യം പറയുമ്പോഴെല്ലാം പൊട്ടിത്തെറിക്കുന്നത്. 2, മകൾ കുടുംബത്തിലുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ പോയി മകളെ കാണുകയാണ്, മകളുടെ രോദനങ്ങൾ കേൾക്കുകയാണ്, മകളുടെ പരിദേവനങ്ങൾ കേൾക്കുകയാണ്. നാളെ 2ഓ 3ഓ പ്രാവശ്യം മകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചങ്ങിരിക്കും. അപ്പോൾ അതൊന്നും അയാൾക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ താഴോട്ട് പോകുന്നുണ്ട്. അയാൾക്ക് BJP അയാളെ രക്ഷിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവിടെയും അതിനൊരു പരിധിയുണ്ട്. കാരണം എന്താ, തൃശ്ശൂർ തോറ്റാൽ തീർന്നു. അല്ല, KB തോമസ് നല്ല റേഞ്ചുള്ള ആളാണ്. ഡൽഹിയിലിരുന്ന് അദ്ദേഹം മാനേജ് ചെയ്തോളൂ. അല്ല, KB തോമസിൻ്റെ റേഞ്ച് ഒന്നും ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് സോയിമനോട് പറയാൻ വയ്യ. എന്ന് മാത്രമല്ല, ഞാൻ റേഞ്ച് പറയാൻ തുടങ്ങിയ സോയിമൻ അതിനെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. സോയിമാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ റേഞ്ചിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇത് പിണറായി വിജയൻ്റെ അടുത്ത് അവരെടുക്കുന്ന സമ്മർദ്ദതന്ത്രമാണ്. ഇയാളെ ജയിപ്പിക്കണം എന്നാണ്. പിണറായി വിജയൻ ടെൻഷൻ്റെ ആസ്പെക്ട് എന്താണെന്നറിയോ? പിണറായി വിജയൻ അറിയാം, പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ ജയിപ്പിക്കാനും തോപ്പിക്കാനും പറ്റില്ല എന്ന്. കാരണം പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ മുഴുവൻ പിണറായി വിജയനെതിരാണ്. ഇയാൾ ജയിക്കണമെന്നാണ് പിണറായി വിജയൻ്റെ ആഗ്രഹം എന്ന് വന്നാൽ തന്നെ ഇയാൾ തോക്കാനാണ് അവിടെ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ആത്യന്തികമായി പിടിവിട്ട് പോവുകയാണ്. ആബ്സല്യൂട്ട്ലി പിടിവിട്ട് പോവുകയാണ്. പാർട്ടി മുഴുവനെതിര്, ജനങ്ങൾ മുഴുവനെതിര്, വീട്ടിൽ ഭാര്യയുടെ സമ്മർദ്ദം, വീട്ടിൽ മകളുടെ സമ്മർദ്ദം. ഒരു സംശയം വേണ്ട സോയിമോനെ, ഇലക്ഷന് മുമ്പ് 1ഓ 2ഓ തവണയെങ്കിലും അവൾ ചോദ്യം ചെയ്യപ്പെടും. എഴുതി വെച്ചു.
ചോദ്യം ചെയ്യപ്പെടും. എന്ന് മാത്രമല്ല, ഇവരെ ചോദ്യം ചെയ്തു അകത്ത് പോകുമെന്ന് എന്നെ കൊണ്ട് സോയിമോനെ കൊണ്ടും കേന്ദ്ര ഗവൺമെൻറ് പറയിപ്പിക്കും. കാരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ CM രവീന്ദ്രൻ്റെ കാര്യത്തിലൊക്കെ. അതുപോലെ ഇനിയും പറയിപ്പിക്കും. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പാർട്ടിയെ ബലി കൊടുക്കണോ? അല്ല, കുടുംബത്തിന് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കുടുംബം വന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി എങ്ങനെ നശിക്കാതിരിക്കും സോയിമോനെ? കാരണം അച്ഛനെതിരെ ആരോപണം, അമ്മയ്ക്കെതിരെ ആരോപണം, മകൾക്കെതിരെ ആരോപണം, മകനെതിരെ ആരോപണം, മകൻ്റെ ഭാര്യയുടെ അമ്മായി അച്ഛനെതിരെ ആരോപണം. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ മറികടന്ന് പോകാനായിട്ട് പാർട്ടിക്ക് എങ്ങനെ കഴിയും? പാർട്ടിക്ക് അത്രയും ശക്തിയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു അവസാന റീലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 4 മാസത്തിനുള്ളിൽ ഒരു സംശയവും വേണ്ട, വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ അർത്ഥശങ്കകളില്ലാത്തത് ഞാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഒന്ന് മാറി നിന്ന് മുഹമ്മദ് റിയാസിനെ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയാക്കിയാലോ? അല്ല, സോയിമനെ ഞാനൊരു കാര്യം പറയാം. സോയിമൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ പിണറായി വിജയനെ തൂക്കിയെടുത്തിട്ട് അടിക്കുമെന്ന്. അതാണ് CPM എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയാലുണ്ടല്ലോ, പിണറായി വിജയൻ്റെ തോളെ കൈയിട്ട് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നവന് ഉൾപ്പെടെ വന്ന് കർണക്കുറ്റികൾ അടിച്ചിട്ട് പോകും. അതാണ് CPM. ഒരു നന്ദിയില്ലാത്തൊരു സാധനമാണത്. മനസ്സിലായോ? പിണറായി വിജയൻ സഹായിച്ചവരായിരിക്കും ഈ പറഞ്ഞ പോലെ സജി ചെറിയാൻ, ഈ പറഞ്ഞ പോലുള്ള കോട്ടറി ഉണ്ടല്ലോ, VN വാസവൻ, ഈ സെറ്റുകാരെ ഒക്കെ പിണറായി വിജയൻ്റെ ശത്രുവായി മാറും പിണറായി ഒരു സ്റ്റെപ്പ് താഴോട്ട് പോയാൽ. അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചെറിയതാണോ? ഭീകരമായിട്ട് ഇപ്പോൾ ഇന്നലെ തന്നെ അയാൾ നിയമസഭയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ അനുഭവിച്ചൊരു സമ്മർദ്ദം ആലോചിക്കും. സ്വാഭാവികമായി അയാളുടെ മകൾ ഉൾപ്പെട്ട ഒരു അഴിമതി കേസ് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അയാളല്ലേ ഏറ്റവും മുന്നിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് ചേർന്നത്, പക്ഷേ ഒരു വാർത്ത പോലും പുറത്തു വരാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിച്ചു. സ്വാഭാവികമാണ്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള അസംതൃപ്തി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള അസംതൃപ്തി. അവരെല്ലാം കാത്തിരിക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഒരു അടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ അടി കിട്ടിയാൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ പേര് പോലും കേരളത്തിലെ പാർട്ടിയിൽ ഉച്ചരിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അവസാനമായി സോയിമിനോട് പറയുന്നു, ഇലക്ഷന് മുമ്പ് പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടും. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.